വളരെ കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിട്ടുള്ള L298 എന്നുള്ള മോട്ടോർ ഡ്രൈവറാണ്. 298 എന്നുള്ള ഒരു മോട്ടോ ഡ്രൈവർ മൊഡ്യൂളാണിത്. 298 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രൈവർ IC. മെയിനായിട്ട് റോബോട്ടിക്സ് അതിൻ്റെ ഓട്ടോമേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ മൊഡ്യൂൾ. നമ്മൾ മുൻപ് കാണിച്ചിരിക്കുന്ന പോലെ ഒരു ലോ പവർ അല്ലെങ്കിൽ അങ്ങനെയുള്ളതല്ല, കുറച്ച് ഹൈ പവർ ഡുവൽ ബ്രിഡ്ജ് ഡ്രൈവർ കപ്പാസിറ്റി ഉള്ള ഒരു കൺട്രോളറാണ്. 2 DC മോട്ടോർ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പർ മോട്ടോർ പഴയ പോലെ തന്നെ. അത് സ്പീഡ് ആൻഡ് ഡയറക്ഷൻ കൺട്രോൾ, അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത്. ഇതിൽ നമുക്ക് കാണാം സെൻട്രലായിട്ട് ഒരു ഓൺ ബോർഡ് 5 വോൾട്ട് റെഗുലേറ്റർ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്നുള്ള 5 വോൾട്ട് ഉപയോഗിച്ച് നമുക്ക് ഇപ്പോൾ 12 വോൾട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് 5 വോൾട്ട് എടുത്ത് നമുക്ക് Arduino പവർ ചെയ്യാം. ഇവിടെ നിന്നും 2 മോട്ടറിനുള്ള കൺട്രോൾസ് പോവും. അതായത് ഇപ്പോൾ ഡബിൾ മോട്ടറായിട്ട് നമ്മളിപ്പോൾ ലൈൻ ഒബ്സ്റ്റക്കിൾ അവോയ്ഡിങ് റോബോട്ട് അല്ലെങ്കിൽ ലൈൻ ഫോളോവർ അതിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിലേക്ക് ഒരു 4 മോട്ടർ ഉണ്ടെങ്കിൽ അത് 2 എണ്ണം വെച്ചിട്ട് നമുക്ക് റിവേഴ്സ് ആയിട്ട് ഇതിൽ കണക്ട് ചെയ്യാം, 2 എണ്ണം ഇതിലും കണക്ട് ചെയ്യാം. അപ്പോൾ 4 വീല് കണക്ട് ചെയ്യും, 4 വീല് വർക്ക് ചെയ്യും. അതല്ല സിംഗിൾ മോട്ടർ ഒരു ഭാഗത്തും 2 ഭാഗത്തും വെച്ചിട്ട് അതിനെ അങ്ങനെയും കൺട്രോൾ ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മൾക്ക് മറ്റ് ചില വീലുകളുണ്ട്, അതായത് യൂണി ഡയറക്ഷണൽ, അങ്ങനത്തെ വീലുകൾ ഉപയോഗിച്ചാൽ നമുക്ക് 2 വീല് മതി. അതല്ലെങ്കിൽ നമുക്ക് 4 വീല് വേണ്ടി വരും. അപ്പോൾ 4 വീലിന് 4 മോട്ടർ തന്നെ സെപ്പറേറ്റ് വർക്ക് ചെയ്യണം. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ നമുക്കിത് ഉപയോഗിക്കാം. 2 ആംപിയർ കണ്ടിന്യൂസ് പവർ, അതുപോലെ പീക്ക് ഒരു 3 ആംപിയർ വരെയൊക്കെ പോകാം. അതിൽ കൂടുതൽ ഡ്രെയിൻ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും ഷോർട്ടായിട്ടുണ്ടാവും, ഐ സി അടിച്ചു പോകും. പിന്നെ മെയിൻലി ഇത് തന്നെ നമുക്ക് സ്മാർട്ട് കാർസ് അല്ലെങ്കിൽ റോബോട്ട് അങ്ങനത്തേന് ഉപയോഗിക്കാൻ തന്നെ ഇത് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള കൺട്രോൾസ്, ഇങ്ങനെയുള്ള ഈ മൊഡ്യൂൾസ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ആമസോൺ അല്ലെങ്കിൽ വേറെ നാട്ടിലെ ലോക്കൽ മാർക്കറ്റിലൊക്കെ സംഗതി കിട്ടും. ഇത് കണക്ട് ചെയ്യുന്നതും വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് പ്രോജക്റ്റ് വരുന്നുണ്ട്, നമുക്ക് അന്നേരം കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കാണിച്ചിരുന്ന ഒരു മോട്ടോർ ഡ്രൈവറുണ്ട്, പിന്നെ അത് കൂടാതെ ചില ബോർഡുകളുടെയും ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, എന്ന് കണ്ടു നോക്കൂ.